അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ, പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, അത് OTT-ലാണ് വന്നത്. അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത്. തെറിയുള്ള വേർഷനാണ് വന്നത്. IFFK-ൽ നിങ്ങൾ സിനിമ കണ്ടവർ, ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, തെറി ഇല്ലാത്തൊരു വേർഷനാണ് IFFK-ൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ IFFK-ൽ എന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ, തെറിയുള്ള വേർഷൻ പോലും IFFK-ൽ വന്നില്ല. പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് OTT-ൽ വിട്ടു, തെറിയുള്ള വേർഷൻ. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവിട് പൊടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു മാസം കഴിഞ്ഞ് അതൊന്ന് ഉറങ്ങുന്ന സമയത്ത്, തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത്. ഇതൊക്കെ അങ്ങനെ നടന്നു. ആ സിനിമ റിലീസ് അതെല്ലാം പോയി. ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുന്നു. എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ എന്നെ, അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല.